നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വികാര നിർഭരമായിരുന്നു ആൻഫീൽഡിലെ രംഗങ്ങൾ. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് താൻ 10-20 വർഷക്കാലം ചിലവഴിച്ച ലിവർപൂളിന് വേണ്ടിയിട്ട് അവസാന മത്സരം കളിച്ചു. ഇതിനു മുമ്പുള്ള ചില മത്സരങ്ങളിൽ അർണോൾഡിനെ കൂവി വിളിച്ചിരുന്നു ലിവർപൂളിൻ്റെ ആരാധകർ. അതിനെതിരെ അവരുടെ സൂപ്പർ താരങ്ങളും കോച്ചും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹത്തെ അവർ നല്ല രൂപത്തിൽ തന്നെയാണ് യാത്രയാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ചാൻറ്റ് ചെയ്ത് അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ അദ്ദേഹം എല്ലാം സമർപ്പിച്ച് അവിടെ ഇരിക്കുന്ന ആ ഒരു ചിത്രമുണ്ടല്ലോ, അത് ഹൃദയത്തിൽ പതിയുന്ന ഒന്നാണ്. കണ്ണീരണിഞ്ഞ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് വളരെ വികാര നിർഭരമായിരുന്നു ഇന്നലെ ആൻഫീൽഡ്. ക്ലോപ്പ് അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന ഒരു ദിവസം, രണ്ട് ടീമും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത ദിവസം. ലിവർപൂള് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ്, അതുകൊണ്ട് ക്രിസ്റ്റൽ പാലസ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നു. ക്രിസ്റ്റൽ പാലസ് FA കപ്പ് ചാമ്പ്യന്മാരാണ്, അതുകൊണ്ട് അവർക്ക് ലിവർപൂൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നു. സോ മ്യൂച്വൽ റെസ്പെക്റ്റും അതുപോലെ വൈകാരികമായിട്ടുള്ള മറ്റ് തലങ്ങളും ഒക്കെ കാണിച്ച ഒരു ദിവസമായിരുന്നു അത്. എന്നാലും 1-1 സമനില. മോസല വീണ്ടും ഗോളടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ക്രിസ്റ്റൽ പാലസിനായിട്ട് സാറാണ് ഗോൾ കണ്ടെത്തി. 9ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ. 84ാമത്തെ മിനിറ്റിലാണ് മോസലയുടെ ഗോളിലൂടെ മത്സരം സമനിലയിൽ പിടിച്ചത് ലിവർപൂൾ. 38 കളികളിൽ നിന്ന് 84 പോയിന്റുമായിട്ട് സമഗ്രാധിപത്യത്തോടു കൂടി സീസണിലെ കിരീടം ലിവർപൂൾ സ്വന്തമാക്കിയതാണ്. അവരത് ഉയർത്തുകയും ചെയ്തു. 38 കളിയിൽ നിന്ന് 74 പോയിന്റ് ആഴ്സണൽ നേടിയിട്ട് അവർ രണ്ടാമതാണ് എത്തിയത്. സിറ്റി 38 കളി 71 പോയിന്റ് മൂന്നാമത്, ചെൽസി 38 കളി 69 പോയിന്റ് നാലാമത്, ന്യൂകാസിൽ 38 കളി 66 പോയിന്റ് അഞ്ചാമത്. ഈ അഞ്ച് ടീമുകളാണ് ഇത്തവണ പ്രീമിയർ ലീഗിൽ നിന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഇത് സലാഹയുടെ സീസൺ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. 29 ഗോളുകളുമായിട്ട് ഗോളടിയിൽ അദ്ദേഹം ഒന്നാമത്, 18 അസിസ്റ്റുകളുമായിട്ട് അസിസ്റ്റിലും അദ്ദേഹം ഒന്നാമത്. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ടും അസിസ്റ്റിലുള്ള പുരസ്കാരവും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ നിൽക്കുന്ന ചിത്രവും ഹൃദയത്തിൽ പതിയുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.